സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ജമാഅത്തെ ഇസ്ലാമി. വോട്ട് തേടി വന്നത് നേതാക്കൾ മറക്കരുതെന്ന് താക്കീത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം സിപിഎമ്മിന് തിരിച്ചടിയാകുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ സംഘടനയോ? സമൂഹത്തിൽ അന്യമത വിദ്വേഷം ശക്തമാക്കുകയും ഏത് വിഷയത്തെയും അതിവേഗം വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപകടകാരിയായ മതതീവ്ര സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സിപിഎം കേന്ദ്രങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UDFൽ ചേക്കേറി അവിടെ സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിച്ച് ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം. മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി രംഗത്തെത്തിയതോടെ വിവാദം അതിവേഗം കത്തിപ്പടർന്നു. ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിന്ന CPM നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത് കാപട്യ പ്രചരണം മാത്രമാണെന്നാണ് VD സതീശൻ തുറന്നടിച്ചത്. PV അൻവർ MLA സർക്കാരിനെതിരെ കെട്ടഴിച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം പിന്തുണ നൽകുന്നതാണ് CPM കേന്ദ്രങ്ങളെ പ്രകോപിതരാക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. അൻവറിന്റെ പൊതുയോഗങ്ങളിൽ വൻ ജനക്കൂട്ടത്തെ എത്തിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെക്കുറിച്ചും CPM നേതൃത്വത്തിന് നന്നായി അറിയാം. താൻ ഒരു ഇസ്ലാം മതവിശ്വാസി ആയതിനാലാണ് CPM നേതൃത്വം തന്നെ വേട്ടയാടുന്നതെന്ന അൻവറിന്റെ പഞ്ച് ഡയലോഗുകൾ പോലും അത്യധികം ആസൂത്രണത്തോടെ തയ്യാറാക്കിയതാണെന്ന് വ്യക്തം. അതിൽ പ്രധാനം മതവൈകാരികതയെ സ്വാധീനിക്കുക എന്നത് തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ അത് നല്ല വിധത്തിൽ മാർക്കറ്റ് ചെയ്യാനും അൻവറിന് കഴിഞ്ഞു. ആ വിധം അടിയൊഴുക്കുകൾ അതേപടി നിലനിർത്തുക എന്നതാണ് അൻവറിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് ന്യൂനപക്ഷ സാമുദായിക സംഘടനകളുടെ പിൻബലം അനിവാര്യവുമാണ്. കേരള പോലീസിൽ സംഘപരിവാർ സ്വാധീനം ഏറിവരികയാണെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ RSS നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നുമുള്ള ആരോപണങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഏറെ കാലമായി ഉയർത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് ഒട്ടേറെ തെളിവുകൾ അവർ സമാഹരിച്ചിട്ടുമുണ്ട്. PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളുടെ കാതലും ഇതെല്ലാം തന്നെയാണല്ലോ. ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്താൻ CPM നേതാക്കൾ തയ്യാറായിട്ടുള്ളത്. എന്നാൽ CPM ഉയർത്തുന്ന ആരോപണങ്ങൾ അവർക്കെതിരെ തന്നെ തിരിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കാത്തവരും മതരാഷ്ട്രവാദികളുമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നാണ് CPM ഉയർത്തുന്ന വാദം. സംഘപരിവാർ ഹിന്ദുത്വ വർഗീയതയെ പരിപോഷിപ്പിക്കുന്നത് പോലെ ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ട. അതുകൊണ്ട് തന്നെ ഇരുകൂട്ടരെയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം. CPM നേതാക്കൾ പ്രസംഗവേദികളിൽ കത്തിക്കയറുന്നത് ഈ വിധത്തിലാണ്. പ്രത്യക്ഷത്തിൽ ഇതെല്ലാം വളരെ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ വസ്തുതകൾ ഇതിൽ നിന്നെല്ലാം അകലെയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം കൈകോർത്ത് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്ന കാലം അത്ര വേഗമൊന്നും ആർക്കും മറക്കാനാവില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ വെൽഫെയർ പാർട്ടി രൂപീകരിച്ച ആദ്യകാലങ്ങളിൽ പോലും അവർ പിന്തുണ നൽകിയിരുന്നത് ഇടത് സ്ഥാനാർത്ഥികൾക്കായിരുന്നു. എന്നാൽ ഈ വിധം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ചാണ് ഇടത് കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്ക് വിവിധ കോണുകളിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും അതുപോലെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അതൊന്നും രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമേയല്ല. ഈ വിധത്തിലാണ് CPM കേന്ദ്രങ്ങൾ മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം തങ്ങളുമായി ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത് CPM നേതാക്കളാണെന്ന് തുറന്നടിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ രംഗത്തെത്തിയത്. 2004 മുതൽ 2011 വരെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണ തേടി CPM നേതാക്കൾ തങ്ങളെ സമീപിച്ചിരുന്നുവെന്നും ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് LDFനെ പിന്തുണച്ചതെന്നുമാണ് അമീർ വ്യക്തമാക്കിയത്. കുറ്റിപ്പുറത്ത് KT ജലീലിനെ വിജയിപ്പിക്കാനായി രംഗത്തിറങ്ങിയതൊക്കെ CPM മറന്നുപോയോ എന്ന് മുജീബ് റഹ്മാൻ പരിഹസിക്കുന്നുമുണ്ട്. സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിച്ചതിനാലാണ് ഇടതുപക്ഷത്തെ മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത്. എന്നാൽ CPM അതിൽ നിന്നെല്ലാം പിന്നോട്ടു പോകുന്നു. ദേശീയ തലത്തിൽ ഇന്ന് കോൺഗ്രസ് കൈക്കൊള്ളുന്നത് BJP വിരുദ്ധ നിലപാടാണ്. അതുകൊണ്ടാണ് അവരെ പിന്തുണയ്ക്കുന്നത്. നിലപാട് മാറിയത് തങ്ങൾക്കല്ല CPMനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. CPMനൊപ്പം നിന്നാൽ മതനിരപേക്ഷ പാർട്ടിയും എതിർത്താൽ വർഗീയ പാർട്ടിയുമെന്ന CPMന്റെ തന്ത്രങ്ങൾ ഇനി കേരളീയ അന്തരീക്ഷത്തിൽ വിലപ്പോകില്ലെന്ന കേരള അമീർ മുജീബ് റഹ്മാന്റെ നിലപാടുകൾക്ക് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ തൊട്ട് കൈപ്പൊള്ളിയ അവസ്ഥയിലാണ് CPM നേതൃത്വം ഇപ്പോൾ.